ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കണ്ണപ്പ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വൺലൈൻ എന്തെന്നാൽ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗോത്രവർഗത്തിൽ ജനിച്ച തിന്നൻ എന്ന ഒരു പയ്യന് ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന നരബലിയെല്ലാം കണ്ട് ദൈവവിശ്വാസം ഇല്ലാതായി മാറുന്നു. ദൈവവിശ്വാസം ഇല്ലാതായി മാറിയ ആ പയ്യനെ ശിവഭഗവാൻ എങ്ങനെയാണ് തന്റെ ഭക്തനാക്കി മാറ്റിയത് എന്നാണ് ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ശിവഭഗവാനെയും പാർവതി ദേവിയെയും കാണിച്ചുകൊണ്ടാണ്. അവർ രണ്ടുപേരും കാളഹസ്തി എന്ന കാട്ടിലെ തിന്നൻ എന്ന ഒരു കാട്ടുവാസി കുട്ടിയെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ശിവഭഗവാൻ പാർവതി ദേവിയോട് പറയുകയാണ്, അവൻ വളർന്നു വലുതാകുമ്പോൾ എന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായി മാറും അവൻ. അതേസമയം തിന്നൻ എന്ന ആ പയ്യനെ കാണിക്കുകയാണ്. തിന്നൻ താമസിക്കുന്ന കാളഹസ്തി കാട്ടിൽ ആകെ 5 ഗോത്രങ്ങളാണുള്ളത്. അതിൽ തിന്നന്റെ ഗോത്രത്തിന്റെ നേതാവ് തിന്നന്റെ അച്ഛനായ നാദനാഥനായിരുന്നു. തിന്നന്റെ അമ്മയാണെങ്കിൽ തിന്നൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയതാണ്. തിന്നൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്പയ്യാനും വേട്ടയാടാനും എല്ലാം പഠിച്ചിരുന്നു. തിന്നൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേട്ടയാടി പിടിച്ച ഒരു കടുവയുടെ എല്ല് വെച്ചാണ് തിന്നന്റെ വില്ല് ചെയ്തിരിക്കുന്നത്. അതേസമയം അവരുടെ കാട്ടിൽ ഭദ്രകാളി പൂജ നടക്കുന്നതായി കാണിക്കുന്നു. ആ പൂജ നടത്തിക്കൊണ്ടിരുന്ന മാരിയമ്മ എന്ന സ്ത്രീ അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഈ ഗോത്രത്തിൽ പനി മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതാകണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഈ ഭദ്രകാളിക്ക് ബലി കൊടുക്കണം. ഞാൻ എന്റെ കയ്യിലുള്ള ഈ നാരങ്ങ എറിയാൻ പോവുകയാണ്. ഈ നാരങ്ങ ആരുടെ ദേഹത്താണോ വീഴുന്നത് അവരെയാണ് ബലി കൊടുക്കാനായി ഭദ്രകാളി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് മാരിയമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന നാരങ്ങ എടുത്ത് മുകളിലേക്ക് എറിയുന്നു. അത് ചെന്ന് വീണതോ അവിടെ കളിച്ചുകൊണ്ടിരുന്ന തിന്നന്റെ കൂട്ടുകാരനായ കേതുവിന്റെ ദേഹത്തും. അങ്ങനെ തിന്നന്റെ കൂട്ടുകാരനായ കേതുവിനെ ആ ഭദ്രകാളിക്ക് ബലി കൊടുക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ ബലി കൊടുത്തത് കണ്ട് സഹിക്കാൻ കഴിയാതെ കുട്ടി തിന്നൻ ഒരു കല്ലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് നേരെ എറിയുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്ത് ദൈവമെന്നൊന്നില്ല, അത് വെറും കല്ല് മാത്രമാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും തന്റെ അമ്മയുടെ ശവകുടീരത്തിനടുത്തേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് തന്റെ അമ്മയോട്, അമ്മേ, ദൈവം എന്നത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ളതാണെന്നല്ലേ പറയാറ്, എന്നിട്ട് എന്തുകൊണ്ടാണമ്മേ എന്റെ കൂട്ടുകാരൻ കേതുവിന്റെ ജീവൻ എടുത്തത്? അതൊന്നും ദൈവമല്ലമ്മ, അത് വെറും കല്ല് മാത്രമാണ്. ഈ ലോകത്ത് ദൈവമെന്ന് ഒന്നില്ല, കല്ലുകൾ മാത്രമാണുള്ളത്. അതേസമയം ശിവഭഗവാനെയും പാർവതി ദേവിയെയും കാണിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പാർവതി ദേവി ശിവനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഈ അവിശ്വാസിയായ തിന്നനാണോ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായി മാറുക എന്ന് പറഞ്ഞത്? അതിന് ശിവഭഗവാൻ, മാറ്റം എന്നത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തിന്നൻ ഉള്ള കാര്യം എനിക്കറിയാം, ഞാനുള്ള കാര്യം തിന്നൻ അറിയേണ്ടേ? അതേസമയം വീണ്ടും കാളഹസ്തിക്കാട് കാണിക്കുകയാണ്. കുട്ടിത്തിന്നൻ ഇപ്പോൾ വളർന്നു വലിയൊരാളായി മാറിയിരിക്കുകയാണ്. തിന്നൻ വളർന്നു വലുതായെങ്കിലും അവന്റെ വിശ്വാസത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ദൈവം ഇല്ല എന്നുള്ള വിശ്വാസം. മാത്രവുമല്ല, നിങ്ങൾ പൂജിക്കുന്നതെല്ലാം വെറും കല്ലുകളാണെന്ന് തിന്നൻ എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം തിന്നൻ കാട്ടിലൂടെ വേട്ടയാടാൻ നടക്കുമ്പോഴതാ അവിടെയുള്ള അരുവിയിൽ ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടിയെ കണ്ട തിന്നൻ തന്നെ മറന്നുപോയി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. അതെ, അതാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക നെമിളി. നെമിളി ആ കാട്ടിലെ തന്നെ മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. നെമിളിയുടെ ഗോത്രത്തിന്റെ പ്രത്യേകത, അവരുടെ ഗോത്രത്തിന്റെ നേതാവാകുന്നത് പെണ്ണുങ്ങളായിരുന്നു. ഇപ്പോൾ അവരുടെ ഗോത്രത്തിന്റെ നേതാവ് നെമിളിയുടെ അമ്മ പന്നകയാണ്. നെമിളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ശിവലിംഗമായ വായുലിംഗം ദർശിക്കുക എന്നതാണ്. ആ വായുലിംഗമുള്ളത് അവർ താമസിക്കുന്ന ആ കാട്ടിൽ തന്നെയാണ്. എന്നാൽ അതാർക്കും കാണാൻ കഴിയില്ല, ഒരാൾക്കൊഴികെ. 4 വേദങ്ങളും അരച്ചു കലക്കി കുടിച്ച മഹാദേവ ശാസ്ത്രിക്കൊഴികെ. ഈ മഹാദേവ ശാസ്ത്രിയാണ് ആ വായുലിംഗത്തെ പൂജിക്കുന്നതെല്ലാം. ഈ മഹാദേവ ശാസ്ത്രി മാത്രമേ ആ വായുലിംഗത്തെ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ മഹാദേവ ശാസ്ത്രി മറ്റാരെയും അത് കാണിക്കാൻ അനുവദിക്കാത്തതാണ്. വേറെ ആരും വായുലിംഗത്തിന്റെ അടുത്തെത്താതിരിക്കാൻ മഹാദേവ ശാസ്ത്രി തന്റെ ഗോത്രത്തിലുള്ളവരെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തിന്? തന്റെ ഗോത്രത്തിന്റെ നേതാവായ കമ്പൻ പോലും ഇതുവരെ വായുലിംഗം കണ്ടിട്ടില്ല. മഹാദേവ ശാസ്ത്രി കാണിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ അടുത്ത ദിവസവും നെമിളിയെ കാണാനായി തിന്നൻ കാട്ടിൽ അതേ സ്ഥലത്തെത്തി. എന്നാൽ നെമിളിക്ക് പകരം അവിടേക്ക് വന്നത് ആ കാട്ടിലുള്ള 5 ഗോത്രങ്ങളിലും പെടാത്ത കുറച്ചു പേരായിരുന്നു. അവർ വന്ന് തിന്നനോട് വായുലിംഗത്തിനടുത്തേക്ക് പോകാനുള്ള വഴി ചോദിക്കുകയാണ്. തിന്നനും അവർക്ക് അവിടേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ആ വന്നവർ മിണ്ടാതെ വായുലിംഗത്തിനടുത്തേക്ക് പോയാൽ പോരെ? അത് വിട്ടിട്ട് ആ കാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്ന കുറെ പെൺകുട്ടികളെ അവർ പിടികൂടുകയാണ്. അത് കണ്ട തിന്നൻ അവരെല്ലാം അടിച്ചു വീഴ്ത്തി ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുകയാണ്. അതേസമയം ആ വന്നവരുടെ കൂട്ടത്തിലെ നേതാവ് തിന്നനോട് പറയുകയാണ്, നീ ആരുടെ ദേഹത്താണ് കൈവച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കാളമുഖന്റെ അനിയനാണ്. നിങ്ങൾ എന്റെ ദേഹത്ത് കൈവച്ചെന്നറിഞ്ഞാൽ നിങ്ങളെയും ഈ കാട്ടിലുള്ള 5 ഗോത്രവർഗങ്ങളെയും എന്റെ ചേട്ടൻ കാളമുഖൻ ഇല്ലാതാക്കി കളയും. ഞങ്ങൾ വന്നത് ആ വായുലിംഗ
വായുലിംഗം കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ നീ അത് തടസ്സപ്പെടുത്തി. ഇനി വരാൻ പോകുന്നത് എന്റെ ചേട്ടനാണ്. ഇതിനുള്ള കണക്കെല്ലാം അവൻ തീർക്കും. അത് കേട്ട് കട്ടക്കലിപ്പായ തിന്നൻ അവരുടെ നേതാവിന്റെ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയിട്ട്, എങ്കിൽ നിന്റെ ചേട്ടൻ കാളാമുഖനോട് വരാൻ പറയേ എന്ന് പറയുകയാണ്. ശരിക്കും ഈ കാളാമുഖൻ എന്നത് ലക്ഷക്കണക്കിന് പടയാളികളൊക്കെയുള്ള കാലകയനെ പോലെ തന്നെയുള്ള ഒരു രാക്ഷസനായിരുന്നു. കാളാമുഖനെ കുറിച്ച് അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു. ഒപ്പം കാളിപൂജ ചെയ്യുന്ന മാരിയമ്മയും. മാരിയമ്മ അവരോടെല്ലാം പറയുകയാണ്, ആ കാളാമുഖൻ നമ്മുടെ ഈ കാട്ടിൽ വന്നാൽ നമ്മളെ എല്ലാവരെയും കൊന്നുകളയും. ആ കാളാമുഖനിൽ നിന്നും നമ്മളെ എല്ലാവരെയും ഈ ഭദ്രകാളി രക്ഷിക്കും. അതിനായി നമുക്കൊരു നരബലി കൊടുക്കേണ്ടി വരും. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന തിന്നൻ അവരോട് പറയുകയാണ്, അത് വെറും കല്ല് മാത്രമാണ്. ആ കല്ലിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവരെ എതിർത്ത് യുദ്ധം ചെയ്യണം എന്നും പറഞ്ഞ് തിന്നൻ നേരെ അവിടെ നിന്നും തന്റെ അമ്മയുടെ ശവകുടീരത്തിലേക്ക് പോവുകയാണ്. അതേസമയം തിന്നന്റെ അടുത്തേക്ക് തിന്നന്റെ അച്ഛൻ നാദനാഥൻ വന്നിട്ട് പറയുകയാണ്, കാളാമുഖനോട് എതിർത്ത് യുദ്ധം ചെയ്ത് ജയിക്കാൻ നമ്മുടെ ഗോത്രത്തിലുള്ളവരെ കൊണ്ട് മാത്രം സാധിക്കില്ല. കാളാമുഖനെ എതിർത്ത് ജയിക്കാനായി നമ്മുടെ ഈ കാട്ടിലുള്ള 5 ഗോത്രങ്ങളും ഒന്നു ചേരണം. അതിനായി ഞാൻ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 5 ഗോത്രങ്ങളിലെ നേതാക്കന്മാരെല്ലാം വന്നിരിക്കുകയാണ്. അവിടെ വായുലിംഗത്തിന്റെ അടുത്തേക്ക് ആരും വരാതെ വായുലിംഗത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗോത്രത്തിന്റെ നേതാവായ കമ്പനും നെമിളിയുടെ ഗോത്രത്തിന്റെ നേതാവായ നെമിളിയുടെ അമ്മ പന്നകയും നെമിളിയും. നെമിളി പോലും അറിയാതെ നെമിളിയുടെ കല്യാണം മറ്റൊരു ഗോത്രത്തിന്റെ നേതാവായ ബെമ്പുലിയുടെ മകൻ മുണ്ടനുമായി നെമിളിയുടെ അമ്മ ഉറപ്പിച്ചിരുന്നു. ആ വന്നവരോടെല്ലാം തിന്നൻ പറയുകയാണ്, കാളാമുഖൻ വരുന്നത് നമ്മുടെ ഈ കാടിനെ നശിപ്പിച്ച് നമ്മുടെ കാട്ടിലുള്ള വായുലിംഗത്തെ കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ്. നമ്മുടെ ഈ കാട് എന്നത് നമ്മുടെ അമ്മയെപ്പോലെ തന്നെയാണ്. അതിനാൽ ഈ കാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ചുമതലയാണ്. അങ്ങനെ അവരെല്ലാവരും തിന്നന്റെ നേതൃത്വത്തിൽ കാളാമുഖനുമായി യുദ്ധം ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം നെമിളി കാട്ടിലുള്ള ഒരു ശിവലിംഗത്തിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം അവിടെ എത്തിയ തിന്നൻ നെമിളി ശിവലിംഗത്തിന് വെച്ച പഴങ്ങളെല്ലാം എടുത്ത് കഴിക്കുകയാണ്. അത് കണ്ട് കട്ടക്കളിപ്പായ നെമിളി, ഞാൻ ശിവന് വെച്ച പഴങ്ങൾ നീ എന്തിനാണ് എടുത്ത് കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് തിന്നനും, കല്ലുകൾ എങ്ങനെയാണ് പഴങ്ങൾ കഴിക്കുന്നത് നെമിളി റാണി എന്ന് ചോദിക്കുകയാണ്. അതുകൂടി കേട്ടപ്പോൾ നെമിളിക്ക് കട്ടക്കലിപ്പായി. എന്ത്, എന്റെ ശിവഭഗവാനെ കല്ലെന്ന് വിളിക്കുന്നു എന്നും ചോദിച്ച് നെമിളി തിന്നനുമായി യുദ്ധം ചെയ്യുന്നു. അവിടെ നടന്നത് നെമിളിയും തിന്നനും തമ്മിലുള്ള യുദ്ധമായിരുന്നെങ്കിലും ആ യുദ്ധം മുഴുവനും ഒരു റൊമാന്റിക് മൂഡിലായിരുന്നു. അതിനാൽ തന്നെ ആ യുദ്ധത്തോടുകൂടി അവർ തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്തു. അതേസമയം ഇവിടെ തിന്നന്റെ അച്ഛനായ നാദനാഥന്റെ അടുത്ത് കാളിപൂജയെല്ലാം ചെയ്യുന്ന മാരിയമ്മ വന്നിട്ട് തിന്നനുമായി തന്റെ മകളായ ശിവാംഗിയുമായുള്ള കല്യാണം ഉറപ്പിക്കുകയാണ്. ശിവാംഗി അമ്മ മാരിയമ്മയോട് ചോദിക്കുകയാണ്, ആ തിന്നനാണെങ്കിൽ നമ്മുടെ ഭദ്രകാളി അമ്മയും വിശ്വസിക്കുന്നില്ല, ഭദ്രകാളി അമ്മയ്ക്ക് പൂജ ചെയ്യുന്ന നിങ്ങളെയും വിശ്വസിക്കുന്നില്ല, പിന്നെ എന്തിനാണ് അവനുമായി എനിക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്? അതിന് മാരിയമ്മ പറയുകയാണ്, ആ തിന്നനാണ് ഇപ്പോൾ 5 ഗോത്രങ്ങളുടെ നേതാവ്. ഇനി അടുത്ത രാജാവും അവൻ തന്നെയാണ്. അതിനാൽ അവനെ കല്യാണം കഴിച്ചാൽ അടുത്ത മഹാറാണി നീയാകും. എന്നാൽ ശിവാംഗി തിന്നന്റെ കൂട്ടുകാരനായ മാലിയുമായി സ്നേഹത്തിലായിരുന്നു. അതറിഞ്ഞ ശിവാംഗിയുടെ അമ്മ മാരിയമ്മ തിന്നന്റെ കൂട്ടുകാരനായ മാലിയെ ഭദ്രകാളിക്കായി ബലി കൊടുക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ആ നടക്കാൻ പോകുന്ന ബലി നമ്മുടെ തിന്നൻ തടയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ഇനി ഒരു നരബലി ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇത് വെറും ഒരു കല്ല് മാത്രമാണ്. എല്ലാവരും ഈ കല്ലിനെ എന്തിനാണ് അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്? അമ്മ എന്നാൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ പാലൂട്ടി വളർത്തണം. ഈ കല്ല് ഏത് കുഞ്ഞിനെയാണ് പ്രസവിച്ചിട്ടുള്ളത്? ഈ മാരിയമ്മയുടെ മകൾ ശിവാംഗിയുമായി എന്റെ കൂട്ടുകാരൻ മാലി ഇഷ്ടത്തിലാണ്. ഇത് വേറെ ആരും അറിയാതിരിക്കാനാണ് ഇപ്പോൾ മാരിയമ്മ ഈ മാലിയെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അവിടെ കൂടി നിന്നിരുന്ന എല്ലാ ഗോത്രങ്ങളിലും പെട്ടവർ കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം നെമിളിയുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന മുണ്ടൻ ചോദിക്കുകയാണ്, ഓഹോ, നീ ദൈവത്തിന്റെ മേൽ തെറ്റ് കണ്ടെത്തിയിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ നീ ചെയ്യുന്നതും ഏറ്റവും വലിയ തെറ്റല്ലേ? ഞാനുമായി കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഈ നെമിളിയുമായി നീ ഈ കാടെല്ലാം ചുറ്റിക്കറങ്ങുകയല്ലേ? എന്നാൽ ഇപ്പോഴാണ് ശരിക്കും നെമിളി പോലും തന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കാര്യം അറിയുന്നത്. അപ്പോഴാണ് നെമിളിയുടെ അമ്മ പറയുന്നത്, അതെ, ഞാനാണ് ഈ കല്യാണത്തിന് വാക്ക് കൊടുത്തത്. അത് കേട്ട് തിന്നൻ പറയുകയാണ്, ഒരു പെണ്ണിന്റെ മനസ്സിൽ എന്താണുള്ളതെന്നറിയാതെ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കാൻ ഒരച്ഛനും അമ്മയ്ക്കും അധികാരമില്ല. നെമിളിയും അവിടെ വെച്ച് പറയുകയാണ്, ഞാനും തിന്നനും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്റെ കല്യാണം തിന്നനുമായിട്ടായിരിക്കും. അതേസമയം അവിടെയുള്ളവർ പറയുകയാണ്, നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ഒരേ പെണ്ണിനെ 2 പേര് ഇഷ്ടപ്പെട്ടാൽ അവർ തമ്മിൽ യുദ്ധം ചെയ്യണം. അവരിൽ ആര് ജയിക്കുന്നുവോ അവർക്കായിരിക്കും ആ പെണ്ണ് സ്വന്തം. അങ്ങനെ തിന്നനും മുണ്ടനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. 2 ആളുടെ സൈസ് ഉണ്ടായിരുന്ന മുണ്ടനെ തിന്നൻ അടിച്ച് ICUവിലുമാക്കി. എന്നാൽ അതേസമയം തിന്നന്റെ അച്ഛൻ നാദനാഥൻ തിന്നന്റെ അടുത്ത് വന്നിട്ട്, അടിക്കടാ, ആദ്യം നിന്റെ അച്ഛനെ അടിക്ക്, എന്നിട്ട് ഈ കാട്ടിലുള്ള എല്ലാവരെയും അടിച്ചു കൊല്ല്. ഞാൻ ഈ 5 ഗോത്രങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടി ശത്രുവിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഈ ഗോത്രങ്ങൾക്കിടയിൽ തന്നെ യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? നമ്മുടെ ഈ കാട്ടിലുള്ള സ്വന്തം ആളുടെ മേൽ കൈവച്ച നിനക്ക് ഒരു നേതാവായിരിക്കാനുള്ള യോഗ്യതയില്ല എന്നും പറഞ്ഞ് തിന്നനെ അവിടെ നിന്നും പുറത്താക്കുകയാണ്.
അതേസമയം ശിവഭഗവാനെയും പാർവതീദേവിയെയും കാണിക്കുകയാണ്. പാർവതീദേവി ശിവഭഗവാനോട് തിന്നനാണെങ്കിൽ ഇത്രയും നാളും അങ്ങയെ കല്ലേ കല്ല് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴാണെങ്കിൽ സ്വന്തം ബന്ധങ്ങളെല്ലാം വിട്ടതേ പുറത്തേക്കും പോകുന്നു. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അങ്ങയുടെ പ്രിയ ഭക്തനായി മാറുക? അതിന് ശിവഭഗവാൻ എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട്. തിന്നൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നറിയാൻ ദേവിയുടെ അകക്കണ്ണ് തുറന്നൊന്ന് നോക്കുക എന്ന് പറയുകയാണ്. ആ സമയം തിന്നന്റെ പൂർവ്വജന്മം കാണിക്കുകയാണ്. മുൻ ജന്മത്തിൽ തിന്നൻ പഞ്ചപാണ്ഡവന്മാരിലെ അർജുനനായിരുന്നു. ഒരിക്കൽ അർജുനൻ കാട്ടിൽ തപസ്സിരിക്കുമ്പോൾ ഒരു കാട്ടുപന്നി വന്ന് അർജുനന്റെ തപസ് ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം സഹികെട്ട അർജുനൻ ഒരു അമ്പെടുത്ത് കാട്ടുപന്നിയെ കൊല്ലുന്നു. ആ കാട്ടുപന്നിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ആ കാട്ടുപന്നിയുടെ മേൽ രണ്ടമ്പുള്ളതായി അർജുനൻ കാണുന്നത്. അത് കണ്ട അർജുനൻ താൻ ഒരമ്പാണല്ലോ ചെയ്തത്, പിന്നെ എങ്ങനെയാണ് രണ്ടമ്പ് വന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴതാ കിരാടൻ എന്ന ഒരു ആദിവാസി സംഘവും അവിടേക്ക് വരുന്നു. കിരാടനെ കണ്ട അർജുനൻ അവരോട്, കിരാട, ഈ കാട്ടുപന്നി എന്റെ തപസ് ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, അതിനാലാണ് ഞാൻ ഇതിനെ കൊന്നത്, അല്ലാതെ എനിക്ക് ഈ കാട്ടുപന്നിയെ ആവശ്യമില്ല, ഇതിനെ നീ തന്നെ എടുത്തോളൂ. അത് കേട്ട് കിരാടൻ, ഓഹോ, എനിക്ക് ദാനം തരാൻ മാത്രം വലിയ ആളാണോ നീ? ഈ കാടും എന്റെയാണ്, ഈ കാട്ടുപന്നിയും എന്റെ തന്നെയാണ്. അത് കേട്ട് അർജുനന് കലിപ്പാകുന്നുണ്ടായിരുന്നു. അർജുനൻ കിരാടനോട്, ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? പഞ്ചപാണ്ഡവന്മാരിലെ അർജുനനാണ് ഞാൻ, എന്നെ എതിർക്കാൻ നിനക്ക് കഴിയുമോ? അതിന് കിരാടൻ, ഓ, അപ്പോൾ നീയാണോ അർജുനൻ? നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്പയത്തിൽ നിന്നേക്കാൾ വലിയ ഒരാളുണ്ടെന്നറിഞ്ഞ നീ അവന്റെ തള്ളവിരൽ വെട്ടിയെടുക്കാൻ ആവശ്യപ്പെട്ട ആളല്ലേ നീ? വേഗം ഇവിടെ നിന്നും പോകാൻ നോക്കിക്കോ. അത് കേട്ട് കട്ടക്കളിപ്പായ അർജുനൻ, കിരാട, നിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ എനിക്കൊരൊറ്റ അമ്പ് മതി എന്ന് പറയുകയാണ്. അതിന് കിരാടൻ അങ്ങ് ദൂരെയുള്ള ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് എന്നേക്കാൾ വേഗത്തിൽ നിനക്ക് ആ മരത്തിൽ അമ്പ് കൊള്ളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മത്സരം ആരംഭിച്ചു. അർജുനൻ ഒരു അമ്പെടുത്ത് മരം ലക്ഷ്യമാക്കി അയച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കിരാടൻ തന്റെ അമ്പ് ഇപ്പോഴും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കിരാടനും അമ്പ് വിട്ടു. നോക്കുമ്പോഴതാ കിരാടന്റെ അമ്പ് അർജുനന്റെ അമ്പും തകർത്ത് ആ മരത്തിൽ പോയി തറയ്ക്കുന്നു. അത് കണ്ട് അർജുനൊന്നും മനസ്സിലായില്ല. സംഭവം എന്തെന്നാൽ കിരാടന്റെ രൂപത്തിൽ ശരിക്കും അവിടെ വന്നിരുന്നത് ശിവഭഗവാൻ തന്നെയായിരുന്നു. അവിടെ വെച്ച് അർജുനൻ ശിവഭഗവാനോട് എനിക്കും അങ്ങിൽ ലയിക്കാനുള്ള വരം വേണമെന്ന് ചോദിക്കുകയാണ്. അതിന് ശിവഭഗവാൻ പറയുകയാണ്, അടുത്ത ജന്മത്തിൽ നീ എന്റെ ഒരു വലിയ ഭക്തനായിരിക്കും, നിന്റെ ഭക്തിയിലൂടെ നീ എന്നിലേക്ക് ലയിക്കും. ശിവഭഗവാൻ അന്ന് കൊടുത്ത വരത്തിലൂടെയാണ് അർജുനൻ ഇപ്പോൾ തിന്നനായി ജനിച്ചിരിക്കുന്നത്. അതേസമയം ഗോത്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട തിന്നന്റെ അടുത്തേക്ക് ഞാൻ തിന്നനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും പറഞ്ഞ് നെമിളിയും വരികയാണ്. അങ്ങനെ നെമിളിയും തിന്നനും കല്യാണമെല്ലാം കഴിച്ച് കാടിന്റെ മറ്റൊരു വശത്ത് കുടിലെല്ലാം കെട്ടി പുതിയ ജീവിതം ആരംഭിച്ചു. നെമിളി ഒരു ശിവഭക്തയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. മാത്രവുമല്ല നെമിളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വായുലിംഗം ദർശിക്കുക എന്നുള്ളതാണല്ലോ. അതിനാൽ തന്നെ നെമിളി ഇടയ്ക്കിടയ്ക്ക് വായുലിംഗം സ്വപ്നം കാണുമായിരുന്നു. അതിനാൽ നെമിളി തിന്നനോട് എന്നെ എപ്പോഴെങ്കിലും ഒരു തവണ ആ വായുലിംഗത്തിനടുത്ത് കൂട്ടിക്കൊണ്ട് പോകാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് തിന്നനും, എന്ത്, ആ കല്ലിനടുത്തേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നോ? നീ വെറുതെ ആവശ്യമില്ലാത്ത ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ പറയുകയാണ്. അതേസമയം കാളാമുഖൻ തന്റെ 16,000 പടയാളികളുമായി അവരുടെ ആ കാട്ടിലെത്തിയിരുന്നു. അതുകണ്ട് 5 ഗോത്രങ്ങളിലെ ആൾക്കാരും തിന്നന്റെ അച്ഛൻ നാദനാഥനും ചേർന്ന് കാളാമുഖനെയും സംഘത്തെയും ആക്രമിക്കുന്നു. തിന്നന്റെ അച്ഛൻ നാദനാഥൻ യുദ്ധം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം രക്ഷിച്ച് രഹസ്യ താവളത്തിലേക്ക് ആക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച നാദനാഥന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ യുദ്ധത്തിൽ വെച്ച് കാളാമുഖന്റെ അമ്പേറ്റ് നാദനാഥൻ കൊല്ലപ്പെടുന്നു. ആ സമയം നാദനാഥന്റെ ആത്മാവ് തിന്നന്റെ അടുത്തെത്തി. എന്നിട്ട് തിന്നനോട് പറയുകയാണ്, നീ വേണം നമ്മുടെ കാടിനെയും മക്കളെയും രക്ഷിക്കാൻ. അച്ഛൻ മരിച്ചു പറഞ്ഞ് തിന്നൻ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ തിരികെ വരുന്നു. അവിടെ എത്തിയ തിന്നൻ അവരോടെല്ലാം പറയുകയാണ്, എന്റെ അച്ഛനെ കൊന്നവന്റെ തലയെടുത്തിട്ട് അച്ഛനെ ഞാൻ അടക്കം ചെയ്യുകയുള്ളൂ. അങ്ങനെ തിന്നൻ തന്റെ ആൾക്കാരെ എല്ലാം കൂട്ടി കാളാമുഖനുമായുള്ള യുദ്ധത്തിന് പോവുകയാണ്. പിന്നെ നടന്നത് ഒരു വമ്പൻ പോരാട്ടമാണ്. തിന്നൻ പറഞ്ഞതുപോലെ തന്നെ അവസാനം തന്റെ അച്ഛനെ കൊന്ന കാളാമുഖന്റെ തല തിന്നൻ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം തിരികെ എത്തിയ തിന്നൻ തന്റെ അച്ഛന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് അച്ഛനെ അടക്കം ചെയ്യുന്നു. അതിനുശേഷം തിന്നൻ തിരികെ തന്റെ കുടിലിലേക്ക് തന്നെ പോകുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാരും തിന്നനോട് ഇവിടെ നിന്നും പോകരുത്, ഞങ്ങളുടെ അടുത്ത നേതാവാണ് നിങ്ങൾ എന്ന് പറയുകയാണ്. അതിന് തിന്നനും, എന്റെ അച്ഛൻ എന്നോട് അവസാനമായി പറഞ്ഞത് ഈ കാട് വിട്ടു പോകാനാണ്. അച്ഛൻ മരിച്ചാലും അച്ഛൻ പറഞ്ഞ വാക്ക് മരിച്ചിട്ടില്ല. അതിനാൽ ഈ കാട്ടിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് തിന്നൻ തിരികെ തന്റെ പുതിയ കുടിലിലേക്ക് തന്നെ പോവുകയാണ്. അടുത്ത ദിവസം തിന്നൻ നോക്കുമ്പോഴതാ നെമിളി ഒരു ശിവലിംഗത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
അത് കണ്ട് തിന്നൻ നെമിളിയോട് പറയുകയാണ്, നെമിളി എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കൂ. അതിന് നെമിളി പറയുകയാണ്, ഇന്ന് മഹാശിവരാത്രിയാണ്, അതിനാൽ നമ്മൾ ഇന്ന് മുഴുവനും വ്രതം ഇരിക്കണം. അപ്പോഴാണ് തിന്നൻ ആ ശിവലിംഗത്തിന് മുമ്പിൽ പാൽപായസം ഇരിക്കുന്നതായി കാണുന്നത്. തിന്നൻ ആ പായസം എടുത്ത് കുടിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നെമിളി തിന്നന്റെ കയ്യിൽ നിന്നും ആ പാൽപായസം തട്ടിക്കളയുകയാണ്. എന്നിട്ട് പറയുന്നു, അത് ഞാൻ ശിവഭഗവാന് വേണ്ടി ഉണ്ടാക്കിയതാണ്, നമ്മൾ ഇന്ന് ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അതിൽ കലിപ്പായ തിന്നൻ നെമിളിയോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിൽ പോയി ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവരും, നീ തന്നെ എനിക്കത് പാചകം ചെയ്തു തരണം. അതിന് നെമിളി പറയുകയാണ്, നീ വേണമെങ്കിൽ വേട്ടയ്ക്ക് പൊക്കോ, എന്നാൽ ആ ശിവഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നിനക്കൊരു ഉറുമ്പിനെ പോലും പിടിക്കാൻ കഴിയുകയില്ല. അങ്ങനെ തിന്നൻ കാട്ടിലെത്തിയ തിന്നനാണെങ്കിൽ പല മൃഗങ്ങളെയും പിടിക്കാൻ ശ്രമിച്ചെങ്കിലും തിന്നന് ഒന്നിനെയും പിടിക്കാൻ സാധിച്ചില്ല. ചെറുപ്പം മുതൽ ഉന്നം പിഴച്ചിട്ടില്ലാത്ത തിന്നന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായതുമില്ല. അങ്ങനെ തിന്നൻ തന്റെ വേട്ട തുടർന്നുകൊണ്ടിരുന്നു. അതേസമയം വായുലിംഗത്തെ കാണിക്കുന്നു. ഇന്ന് ശിവരാത്രി ആയതിനാൽ മഹാദേവ ശാസ്ത്രികൾ വായുലിംഗത്തിന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാശിവരാത്രിയുടെ അന്ന് അങ്ങയെ പൂജിക്കാനുള്ള അനുഗ്രഹം കിട്ടിയ ഞാൻ സന്തോഷവാനാണെന്നും പറഞ്ഞു. അതേസമയം ശിവഭഗവാനെയും പാർവതീദേവിയെയും കാണിക്കുന്നു. പാർവതീദേവി ശിവഭഗവാനോട് പറയുകയാണ്, ഒരാൾ നിങ്ങൾ കല്ലാണെന്നും പറഞ്ഞ് കാട്ടിലൂടെ പട്ടിണിയായി അലയുകയാണ്, മറ്റൊരാൾ നിങ്ങളാണെല്ലാം എന്നും പറഞ്ഞ് വ്രതമെടുത്ത് നിങ്ങൾക്കായി പൂജ ചെയ്യുന്നു, മൂന്നാമത്തെ ആളാണെങ്കിലോ നിങ്ങളെ വേറെ ആരെയും കാണിക്കില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് പൂജ ചെയ്യുന്നു. അതിന് ശിവഭഗവാൻ പറയുകയാണ്, ഇന്ന് മഹാശിവരാത്രി തീരുന്നതിന് മുമ്പ് തിന്നൻ ഒരു തവണയെങ്കിലും ശിവഭഗവാനെ എന്ന് വിളിച്ചില്ല എങ്കിൽ ഇനി എത്ര ജന്മമെടുത്താലും അവൻ എന്നിൽ ലയിക്കാൻ കഴിയുകയില്ല. അത് കേട്ട് പാർവതി ദേവിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായതുമില്ല. ആ സമയം ശിവഭഗവാൻ രുദ്ര എന്ന് വിളിക്കുന്നു. അങ്ങനെ ശിവഭഗവാൻ ഇപ്പോൾ വിളിച്ച രുദ്രൻ ഭൂമിയിലേക്ക് വരികയാണ്. രുദ്രൻ ആദ്യം പോയത് വായുലിംഗത്തിന് പൂജ ചെയ്തുകൊണ്ടിരുന്ന മഹാദേവ ശാസ്ത്രികളുടെ അടുത്തേക്കാണ്. രുദ്രനെ കണ്ട മഹാദേവ ശാസ്ത്രികൾ പേടിച്ചുപോയി. എന്തെന്നാൽ ഇത്രയും നാളും മറ്റാരുടെയും കണ്ണു തട്ടാതെ കാത്തു സൂക്ഷിച്ചതാണ് ഈ വായുലിംഗത്തിന്. ഇപ്പോഴിതാ ആദ്യമായ ഒരാൾ വായുലിംഗത്തിനടുത്ത് വന്നിരിക്കുന്നു. മഹാദേവ ശാസ്ത്രി രുദ്രനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? ഈ പരിശുദ്ധമായ വായുലിംഗത്തിന്റെ മേൽ നിന്റെ കണ്ണ് പതിഞ്ഞല്ലോ. അതിന് രുദ്രൻ ചോദിക്കുകയാണ്, ഇവിടെ ആരും വരാൻ പാടില്ല, ആരും കാണാൻ പാടില്ല എന്നെല്ലാം വിലക്കാൻ നിങ്ങൾ ആരാണ്? അതിന് മഹാദേവ ശാസ്ത്രി, ഞാൻ 4 വേദങ്ങളും പഠിച്ചവനാണ്, പിന്നെ എല്ലാ മക്കളുടെയും നന്മയ്ക്കായി പൂജ ചെയ്യുകയാണ്, മാത്രവുമല്ല ശിവഭഗവാന്റെ നെഞ്ചിൽ ഇടം പിടിച്ചവനാണ് ഞാൻ. ഇവിടെ ഞാനല്ലാതെ വേറെ ആരും വരാൻ പാടില്ല, അതാണ് നിയമം. അതിന് രുദ്രൻ പറയുകയാണ്, നിങ്ങൾ പറയുന്ന നിയമങ്ങൾക്കും പുസ്തകങ്ങൾക്കുമെല്ലാം മുമ്പുണ്ടായതാണ് ഭക്തി എന്നത്. നിങ്ങളാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അധികം വൈകാതെ ഇവിടെ നിങ്ങളെക്കാൾ വലിയൊരു ഭക്തൻ വന്നിരിക്കും, അന്ന് ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലാകും എന്നും പറഞ്ഞ് രുദ്രൻ അവിടെ നിന്നും മറഞ്ഞു പോവുകയാണ്. രുദ്രൻ അവിടെ നിന്നും അടുത്തതായി പോയത് നെമിളിയുടെ അടുത്തേക്കാണ്. നെമിളി അവിടെ വീണ്ടും പാൽപായസമെല്ലാം ഉണ്ടാക്കി ശിവലിംഗത്തിനടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രുദ്രനെ കണ്ട നെമിളി, ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് രുദ്രനും, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും തരാമോ എന്നും ചോദിച്ച് ശിവലിംഗത്തിന് മുമ്പിലിരുന്ന പായസം എടുത്ത് കുടിക്കുകയാണ്. അത് കണ്ട് നെമിളി രുദ്രനോട് പറയുകയാണ്, സ്വാമി ഇന്ന് മഹാശിവരാത്രിയാണ്, എല്ലാവരും വ്രതമിരിക്കേണ്ട ദിവസമാണ്. അതിന് രുദ്രൻ ചോദിക്കുകയാണ്, ദൈവത്തിനായാലും ഭർത്താവിനായാലും ഭക്ഷണം വെച്ചു കൊടുക്കേണ്ടത് ഭാര്യയുടെ ചുമതലയല്ലേ? അതുപോട്ടെ, ഇന്ന് വ്രതമിരിക്കണമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർന്നോന്മാര് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവർക്കാരായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുക? അത് അവരുടെ കാർന്നോന്മാരായിരിക്കും. അതിന് രുദ്രനും, എല്ലാ കാർന്നോന്മാരെക്കാൾ വലിയവനാണ് ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കുമോ? ദൈവത്തിന് നിവേദ്യം വെക്കുന്നത് എത്ര മുഖ്യമോ അതുപോലെ തന്നെയാണ് ഭർത്താവിന് ഭക്ഷണം കൊടുക്കേണ്ടതും. നിന്നോട് വ്രതമിരിക്കാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് മറ്റൊരാളെ നിർബന്ധിച്ച് വ്രതമിരിക്കാൻ പ്രേരിപ്പിക്കരുത്. അപ്പോഴാണ് നെമിളിക്ക് താൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായത്. നെമിളി രുദ്രനോട് പറയുകയാണ്, സ്വാമി നിങ്ങൾ പോകുന്ന വഴി എന്റെ ഭർത്താവ് തിന്നനെ കാണുകയാണെങ്കിൽ വീട്ടിലേക്കൊന്ന് വരാൻ പറയണേ എന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ രുദ്രൻ അടുത്തതായി പോയത് തിന്നന്റെ അടുത്തേക്കാണ്. തിന്നനാണെങ്കിൽ ആ സമയം വേട്ടയാടിയിട്ട് മൃഗങ്ങളെ ഒന്നും കിട്ടാത്തതിനാൽ ക്ഷീണിച്ച് അവശനായി ഒരിടത്ത് കിടക്കുകയാണ്. രുദ്രൻ തിന്നനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി തിന്നാം? ഭാര്യയോട് വഴക്കുണ്ടാക്കി കാട്ടിൽ വന്ന് കിടക്കുകയാണോ? ഭാര്യയോട് വഴക്കുണ്ടാക്കിയാൽ ആർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുകയില്ല. അതിന് തിന്നൻ, ഇതൊക്കെ പറയാൻ നീ ആരാം? ആ നെമിളി അയച്ച ആളാണോ എന്നും ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന് മേൽ കാല് കയറ്റി വെക്കാൻ തുടങ്ങുമ്പോഴാണ് രുദ്രൻ പറയുന്നത്, ആ കല്ലിന് മുകളിൽ കാല് വെക്കരുത്, അത് കാണാൻ ശിവലിംഗം പോലെയുണ്ട്. അതിന് തിന്നനും, ഞാനിപ്പോ കല്ലിന് മുകളിൽ കാല് വെച്ചാൽ എന്താണ് സംഭവിക്കുക? ആ ശിവഭഗവാൻ നേരിട്ടിറങ്ങി വരുമോ? എങ്കിൽ വരാൻ പറ ആ ശിവനോട്, ഞാനാണോ അവനാണോ ജയിക്കുന്നതെന്ന് കാണാം. അതിന് രുദ്രൻ പറയുകയാണ്, നിനക്കെന്തിനാണ് ശിവഭഗവാൻ? നിന്നെ തോൽപ്പിക്കാൻ ഞാൻ ഒരാളും മതി. അത് കേട്ട് കലിപ്പായ തിന്നൻ തന്റെ അമ്പും വില്ലും വാളും എല്ലാം എടുത്ത് രുദ്രനുമായി പോരാടുകയാണ്. എന്നാൽ രുദ്രനെ ഒരടി പോലും അടിക്കാൻ തിന്നനെ കൊണ്ട് കഴിഞ്ഞതുമില്ല. അവസാനം രുദ്രൻ തിന്നനെ പിടിച്ച് പതിയെ ഒന്ന് തള്ളുകയാണ്. രുദ്രന്റെ കൈ കണ്ട തിന്നനാണെങ്കിൽ അവിടെ നിന്നും പറന്നു എന്ന് നേരെ വീണത് അവിടെ
ഉണ്ടായിരുന്ന ഒരു നദിയുടെ നടുക്കാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് തിന്നന് മനസ്സിലായതുമില്ല. അതേസമയം ഇവിടെ നെമ്ലിയുടെ പേരും പറഞ്ഞ് തിന്നന്റെ കയ്യിൽ നിന്നും അടി വാങ്ങി ഐസിയുലായ മുണ്ടനെ കാണിക്കുകയാണ്. മുണ്ടനാണെങ്കിൽ അടി കിട്ടിയതിന്റെ ക്ഷീണമെല്ലാം മാറി ഇപ്പോൾ എഴുന്നേൽക്കുകയാണ്. അത്രയും അടി കിട്ടി ചാകാറായിട്ടും മുണ്ടനാണെങ്കിൽ യാതൊരു മാറ്റവും സംഭവിച്ചതുമില്ല. മുണ്ടൻ എഴുന്നേറ്റ ഉടനെ ആദ്യം ചോദിച്ചത് നെമ്ലിയെ കുറിച്ചാണ്. അതിന് മുണ്ടന്റെ അച്ഛൻ വെമ്പുലി മുണ്ടനോട് പറയുകയാണ്, നെമ്ലിയുടെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഗോത്രത്തിന്റെ നിയമം അനുസരിച്ച് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം നമുക്ക് അമ്മമാരെ പോലെയാണ്. അവൾക്ക് കല്യാണമായെങ്കിലും സാരമില്ല, എനിക്ക് അവളെ വേണം. അതിന് മുണ്ടന്റെ അച്ഛൻ വെമ്പുലി, മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. മാത്രവുമല്ല ആ പെണ്ണിന്റെ പേരിൽ തിന്നന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിയപ്പോൾ തന്നെ നീ ചത്തതിന് സമമാണ്. ഇനിയും പോയി അവന്റെ കയ്യിൽ നിന്നും അടി വാങ്ങി നീ ശരിക്കും ചാകണോ? എന്നാൽ അത് കേട്ട് മുണ്ടന് കട്ടപ്പെളിപ്പായി. മുണ്ടൻ ഒറ്റയടിക്ക് തന്റെ അച്ഛനായ വെമ്പുലിയെ കൊന്നിട്ട് അവിടെ നിന്ന് നേരെ നെമ്ലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം തിന്നനെ കാണിക്കുകയാണ്. പുഴയിലേക്ക് വീണ തിന്നൻ പുഴയിൽ നിന്ന് നീന്തി കയറിയത് വായുലിംഗത്തിനടുത്തേക്കാണ്. തൊട്ടടുത്തായി നമ്മുടെ രുദ്രനും നിൽപ്പുണ്ടായിരുന്നു. രുദ്രനെ കണ്ട തിന്നൻ വീണ്ടും രുദ്രനെ അടിക്കാനായി ചെല്ലുന്നു. രുദ്രനാണെങ്കിൽ തിന്നന്റെ അടി കൊള്ളാതെ അവിടെ നിന്നും മാറിക്കളഞ്ഞു. അടി തെറ്റിയ തിന്നൻ ചെന്ന് വീണത് അവിടെ ഉണ്ടായിരുന്ന ഭസ്മത്തിന്റെ മുകളിലും. അതേസമയം രുദ്രൻ തിന്നനോട് പറയുകയാണ്, ആഹാ കൊള്ളാലോ, നീ ഇത്രയും നാളും ഇതെല്ലാം കല്ലാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന നീ മഹാശിവരാത്രിയുടെ അന്ന് രാവിലെ മുതൽ വ്രതവും എടുത്ത് ഇപ്പോഴിതാ പുഴയിൽ കുളിച്ച് ഭസ്മവും തൊട്ട് ശിവലിംഗത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഇനി ഒരേ ഒരു പ്രാവശ്യം ശിവഭഗവാനെ എന്നൊന്ന് വിളിച്ചാൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അതേസമയം നമ്മുടെ നെമിലിയെ കാണിക്കുന്നു. നെമിലിയുടെ അടുത്തേക്ക് ഇപ്പോൾ മുണ്ടൻ വന്നിട്ട് നെമിലിയെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നെമിലി മുണ്ടനുമായി യുദ്ധം ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടുകയാണ്. അത് കണ്ട മുണ്ടനും നെമിലിയുടെ പുറകെ ഓടുന്നു. അതേസമയം തിന്നൻ നെമിലിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് നെമിലിയെ തിരിഞ്ഞ് കുടലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഉൾക്കാട്ടിലെത്തിയ നെമിലി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. മയങ്ങിക്കിടന്നിരുന്ന നെമിലിയെ പിടികൂടാനായി മുണ്ടൻ വരുമ്പോഴതാ മുണ്ടന്റെ മുമ്പിൽ ഒരു രാക്ഷസ ചിലന്തി നിൽക്കുന്നു. ആ ചിലന്തിയാണെങ്കിൽ തന്റെ വല കൊണ്ട് മുണ്ടനെ മുഴുവനും മൂടുന്നു. ആ രാക്ഷസ ചിലന്തിയുടെ വല കൊണ്ട് മൂടിയ മുണ്ടനാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നുമില്ല. അതേസമയം ഒരു വലിയ പാമ്പ് വന്ന് മുണ്ടനെ ജീവനോടെ വിഴുങ്ങുകയാണ്. അതേസമയം തിന്നനെ കാണിക്കുന്നു. നെമിലി അന്വേഷിച്ച് കുടിലെത്തിയ തിന്നൻ നോക്കുമ്പോഴതാ കുടില് മുഴുവൻ കത്തി നശിച്ചിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ തിന്നനാണെങ്കിൽ ആ കാട് മുഴുവനും അരിച്ചു പറക്കി നോക്കുന്നു. എന്നാൽ നെമിലിയെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അളിഞ്ഞു തിരിഞ്ഞ് തിന്നനൊടുവിൽ വീണ്ടും വായുലിംഗത്തിനടുത്തെത്തി. രുദ്രൻ തിന്നനോട് ചോദിക്കുകയാണ്, എന്തു പറ്റി, നിന്റെ ഭാര്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അത് കേട്ട് തിന്നൻ പറയുകയാണ്, ഈ കാട് മുഴുവൻ ഞാൻ അരിച്ചു പറക്കി. ഞാൻ ഇതുവരെ ഈ കാട്ടിൽ ആനയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഈ കാട്ടിലൂടെ നടക്കുമ്പോഴതാ ആനയുടെ കാൽപ്പാടുകളും വലിയ പാമ്പുകൾ ഇഴഞ്ഞു പോയതിന്റെ അടയാളവും രാക്ഷസ ചിലന്തിയുടെ വലകളും എല്ലാം കണ്ടു. അതിന് രുദ്രൻ പറയുകയാണ്, ഈ ലോകം മുഴുവൻ കാത്തുരക്ഷിക്കുന്ന ശിവഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ നിന്റെ നെമിലിയെ നിനക്ക് തന്നെ കിട്ടും. ഒന്നുമില്ലെങ്കിലും ഈ ശിവരാത്രി നീ വ്രതമിരുന്ന് പൂജയെല്ലാം ചെയ്തതല്ലേ? നീ മനസ്സുരുക്കി വിളിച്ചാൽ ഉറപ്പായിട്ടും ശിവഭഗവാൻ നിന്റെ ഭാര്യയെ തിരിച്ചു തരും. അത് കേട്ട് തിന്നും വേറെ വഴിയൊന്നുമില്ലാതെ ആ വായുലിംഗത്തിനടുത്ത് വന്നിട്ട് എല്ലാവരും ദൈവത്തെയാണോ കല്ലെന്ന് പറയുന്നത് അതോ കല്ലാണോ ദൈവമെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. നെമിലി നിന്നെയും വിശ്വസിച്ചു, എന്നെയും വിശ്വസിച്ചു. ഞാൻ ഇന്ന് വരെ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം മാത്രം ചെയ്തു തരാമോ? എന്റെ നെമിലി എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരാമോ ശിവഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ഒരു കാട്ടാന നെമിലിയെ തിന്നന്റെ അടുത്ത് കൊണ്ടുവന്നാക്കുകയാണ്. അത് കണ്ട് തിന്നൻ ഓടി വന്ന് മയക്കത്തിലായിരുന്ന നെമിലിയെ വിളിച്ചുണർത്തുന്നു. നെമിലി ഉണർന്നു നോക്കുമ്പോഴതാ തന്റെ മുമ്പിൽ വായുലിംഗം ഇരിക്കുന്നു. അത് കണ്ട് നെമിലിക്കാണെങ്കിൽ അടക്കാനാവാത്ത സന്തോഷമായിരുന്നു. അതുവരെ എന്താണ് സംഭവിച്ചതെന്ന് പോലും നെമിലി ഓർത്തില്ല. ആ സമയം തിന്നനാണെങ്കിൽ രുദ്രനെ തേടുകയായിരുന്നു. രുദ്രനാണെങ്കിൽ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ വന്ന ജോലി കഴിഞ്ഞതിനാൽ രുദ്രൻ തിരികെ ശിവഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോയിരുന്നു. നെമിലി തിന്നനോട് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും എന്നെ ഈ വായുലിംഗത്തിനടുത്ത് കൊണ്ടുവരാമോ? അതിന് തിന്നൻ, നിന്നെ എന്തിനാണ് എല്ലാ ദിവസവും ഇവിടേക്ക് കൊണ്ടുവരുന്നത്? ഈ വായുലിംഗത്തിന് നമുക്ക് നമ്മുടെ കുടിലിലേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞ് തിന്നൻ ആ വായുലിംഗത്തെ ഉയർത്താനായി കെട്ടിപ്പിടിക്കുമ്പോൾ തിന്നന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി കാണിക്കുന്നു. തിന്നൻ ആ വായുലിംഗത്തിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ശരിക്കുള്ള ശിവഭഗവാനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് തോന്നിയത്. അതോടെ ഇത്രയും നാളും ദൈവമില്ല, ഇതെല്ലാം കല്ലാണ് എന്നും പറഞ്ഞ് നടന്നിരുന്ന തിന്നൻ ഇപ്പോൾ ഏറ്റവും വലിയ ഭക്തനായി മാറിയിരിക്കുകയാണ്. തിന്നൻ ഇപ്പോൾ എവിടേക്ക് നോക്കിയാലും ശിവലിംഗമാണ് കാണുന്നത്. മരത്തില്, തൂണില്, കാട്ടില്, കല്ലില് എല്ലാം ശിവലിംഗമാണ്. അങ്ങനെ തിന്നനിപ്പോൾ എല്ലാ ദിവസവും ആ വായുലിംഗത്തിനടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും പൂജകൾ ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ്. തനിക്ക് എന്താണോ കാട്ടിൽ നിന്നും കിട്ടുന്നത് അതിലൊരു പങ്ക് തിന്നൻ എപ്പോഴും വായുലിംഗത്തിന് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം തിന്നൻ വേട്ടയാടി കിട്ടിയ മാംസത്തിൽ കുറച്ചു ഭാഗം വായുലിംഗത്തിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ
ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വായുലിംഗത്തിനെ പൂജ ചെയ്തുകൊണ്ടിരുന്ന മഹാദേവ ശാസ്ത്രികൾ വരുന്നത്. തിന്നനെ കണ്ട മഹാദേവ ശാസ്ത്രി, നീ എന്തിനാണ് തിന്ന ഇവിടേക്ക് വന്നത്? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ്. അത് കേട്ട് തിന്നൻ മഹാദേവ ശാസ്ത്രിയോട്, ഒച്ച വെക്കല്ലേ സ്വാമി, ശിവഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശാസ്ത്രി തിന്നന്റെ കയ്യിൽ മാംസം ഇരിക്കുന്നത് കാണുന്നത്. അട മഹാപാപി, നീ ഇത്രയും നേരം ശിവഭഗവാന് മാംസമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നും ചോദിച്ച് മഹാദേവ ശാസ്ത്രി വായുലിംഗത്തിന്റെ കാവൽക്കാരായ തന്റെ ഗോത്രത്തിന്റെ നേതാവായ കമ്പനെയും കൂട്ടുകാരെയും വിളിക്കുന്നു. അങ്ങനെ വായുലിംഗത്തിന്റെ കാവൽക്കാരെല്ലാവരും അവിടേക്ക് ഓടി വരികയാണ്. ആ വന്നവരെല്ലാമാണെങ്കിൽ തിന്നനെ പിടിക്കാൻ നിൽക്കാതെ വായുലിംഗത്തിനെ കണ്ടയുടൻ തന്നെ തൊഴുതു വണങ്ങി വായുലിംഗത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതെ, ഇത്രയും നാളും അവരെല്ലാം കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ് ആ വായുലിംഗം. ഇത്രയും നാളും കാവൽ കാത്തെങ്കിലും ആദ്യമായിട്ടാണ് അവരെല്ലാവരും വായുലിംഗം കാണുന്നത്. അതുകണ്ട് മഹാദേവ ശാസ്ത്രി, നിങ്ങളെല്ലാവരെയും പൂജ ചെയ്യാനായിട്ടല്ല ഇവിടേക്ക് വിളിച്ചത്, അവനെ പിടിച്ചുകെട്ടി ഇവിടെ നിന്നും കൊണ്ടുപോകൂ. അതുകണ്ട് കമ്പനും കൂട്ടുകാരും, തിന്ന നീ ഇവിടെ വരാൻ പാടില്ല തിന്ന എന്നും പറഞ്ഞ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ തിന്നൻ അവിടെ നിന്നും വരാൻ കൂട്ടാക്കാത്തതിനാൽ അവരെല്ലാവരും ചേർന്ന് തിന്നനെ അടിക്കുകയാണ്. തിന്നനാണെങ്കിൽ അവരെ ആരെയും ഒരടി പോലും തിരിച്ചടിച്ചതുമില്ല. തിന്നനാണെങ്കിൽ വായുലിംഗത്തിനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അടി മുഴുവനും കൊള്ളുകയായിരുന്നു. പെട്ടെന്നാണ് വായുലിംഗത്തിന്റെ കണ്ണുകൾ തുറന്നത്. മാത്രവുമല്ല ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകാനും തുടങ്ങി. അതുകൊണ്ട് അതുവരെ അടി വാങ്ങിക്കൊണ്ടിരുന്ന തിന്നൻ വേഗം അവരെല്ലാം തട്ടിത്തെറിപ്പിച്ച് വായുലിംഗത്തിന്റെ അടുത്ത് വന്നേക്കും, എട പാപികളെ, നിങ്ങളെല്ലാവരും എന്നെ അടിക്കുന്നത് കണ്ട് ശിവഭഗവാൻ കരയുന്നത് കണ്ടോ എന്നും ചോദിച്ച് വായുലിംഗത്തിന്റെ കണ്ണിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് പറയുകയാണ്, ശിവഭഗവാനെ അങ്ങ് കരയരുത്, ഇവരടിച്ചതൊന്നും എനിക്ക് വേദനിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ശിവലിംഗത്തിന്റെ ഒരു കണ്ണ് ചുവന്നു തൊടുത്ത് ആ കണ്ണിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. അതുകണ്ട് തിന്നൻ, അയ്യോ ശിവഭഗവാനെ, ഇതെന്ത് പറ്റി? കണ്ണിൽ നിന്നും ചോരയെല്ലാം വരുന്നുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ശിവഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് തിന്നൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തിന്നൻ ഒരു ബുദ്ധി തോന്നുന്നത്. അതായത്, നീ ചെയ്ത ഒരു വൈദ്യം എനിക്കറിയാം. തല നഷ്ടപ്പെട്ട ഗണപതി ഭഗവാന് ആനയുടെ തല വെച്ചുകൊടുത്തതുപോലെ ചോര ഒഴുകുന്ന നിന്റെ ഈ ഒരു കണ്ണിന് പകരം എന്റെ ഒരു കണ്ണ് തരാം എന്നും പറഞ്ഞ് തിന്നൻ തന്റെ കയ്യിലിരുന്ന അമ്പുകൊണ്ട് തന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് വായുലിംഗത്തിന് വെച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് അവിടെ കൂടി നിന്ന് എല്ലാവരും ഭയന്ന് വിറയ്ക്കുകയാണ്. ആ സമയം അവിടേക്ക് വന്ന നെമിളിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് മയങ്ങി വീഴുകയും ചെയ്തു. തിന്നൻ തന്റെ ആ കണ്ണ് വായുലിംഗത്തിന് വെച്ചതും ചോര ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണിപ്പോൾ ശരിയായിരിക്കുകയാണ്. അപ്പോഴാണ് വായുലിംഗത്തിന്റെ രണ്ടാമത്തെ കണ്ണിൽ നിന്നും ചോര വരാൻ തുടങ്ങിയത്. അത് കണ്ട് തിന്നൻ, ശിവഭഗവാനെ, ഇനി എന്ത് പറ്റി? പേടിക്കേണ്ട, എന്റെ കയ്യിൽ ഇനി ഒരു കണ്ണുകൂടിയുണ്ട്. ഞാൻ എന്റെ ഈ കണ്ണും കൂടി നിനക്ക് തരാം. പക്ഷേ ഞാൻ എന്റെ കാലൊന്ന് നിന്റെ ഈ കണ്ണിൽ വെക്കുകയാണ്. എന്റെ ഈ കണ്ണെടുത്തു കഴിഞ്ഞാൽ നിന്റെ ഈ കണ്ണെവിടെയാണുള്ളതെന്ന് എനിക്ക് കാണാൻ കഴിയില്ല. അതിനാൽ എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞ് തിന്നൻ തന്റെ കാലെടുത്ത് വായുലിംഗത്തിന്റെ ചോര ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം തന്റെ രണ്ടാമത്തെ കണ്ണും ചൂടിനെടുത്ത് ആ കണ്ണിന് മുകളിൽ വെക്കുന്നു. അതോടെ വായുലിംഗത്തിന്റെ കണ്ണിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ചോരയും നിൽക്കുന്നു. ആ സമയം തിന്നൻ ശിവഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, നിന്റെ മൂന്നാമത്തെ കണ്ണും തുറന്ന് അതിലൂടെ ഈ ചോര വരുത്തരുത്, എനിക്കിനി തരാൻ കണ്ണുകളില്ല. ആ സമയം ശിവഭഗവാനും പാർവതി ദേവിയും അവരുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ശിവഭഗവാൻ തിന്നന് അവന്റെ രണ്ട് കണ്ണുകളും കൊടുത്തിട്ട് പറയുകയാണ്, തിന്ന, ശിവഭഗവാന് കണ്ണുകൊടുത്ത നീ ഇന്നു മുതൽ കണ്ണപ്പ എന്നറിയപ്പെടും. ഈ കാളഹസ്തിയിൽ ഇനി മുതൽ എന്നെ കാണാൻ വരുന്നവർ ആദ്യം നിന്നെ കണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരൂ. നിനക്കും എന്റെ അരികിലായ ഒരു അമ്പലമുണ്ടാകും. അതെല്ലാം കേട്ട് സന്തോഷമായ തിന്നൻ, ദൈവമേ, എനിക്കൊരു പേരും പ്രശസ്തിയും ഒന്നും വേണ്ട, എന്നെ നിന്നിലേക്ക് ലയിപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ തിന്നൻ എന്ന കണ്ണപ്പൻ ശിവഭഗവാനിലേക്ക് ലയിക്കുന്നതായി കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.